നമുക്കറിയാം സ്നേഹത്തിന് ത്യാഗമുണ്ടല്ലേ. ത്യാഗമില്ലാതെ നമുക്ക് സ്നേഹിക്കാൻ വളരെ എളുപ്പമല്ലേ. ചുമ്മാ വാക്കുകൾ പറഞ്ഞ് നമുക്ക് സുഖമായി പോകാൻ പറ്റും. സ്നേഹം ത്യാഗം ആവശ്യപ്പെടുന്നുണ്ട്. വിശുദ്ധിക്ക് ത്യാഗം ആവശ്യമാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ വിശുദ്ധി ഉണ്ടാകേണ്ടത് മാതാപിതാക്കന്മാരുടെ പരസ്പര സ്നേഹത്തിലൂടെയാണ്. അവർ സ്നേഹിക്കുന്നത് കണ്ട് മക്കൾ വളരണം. ദൈവത്തിന്റെ മഹത്വം കുടുംബത്തിൽ പ്രകടമാകുമ്പോൾ അത് മക്കളിലൂടെ പുറത്തേക്ക് വരും. ആ മക്കളിലൂടെ അവരുടെ കൂട്ടുകാരത് കാണും. ഇവര് ദൈവമഹത്വത്തിലാണ് ജീവിക്കുന്നത്, ഇവര് ശക്തിയിലാണ് ജീവിക്കുന്നത്, ഇവര് ദൈവത്തിന്റെ പ്രഭയിലാണ് ജീവിക്കുന്നത്. അവരുടെ ജീവിതങ്ങൾക്ക് തെളിച്ചമുണ്ടാവും, തെളിവുണ്ടാവും. ആ മഹത്വം അവരിലൂടെ മറ്റുള്ളവരിലേക്കും അങ്ങനെ സമൂഹത്തിലേക്കും പടരും. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ മഹത്വം ഉണ്ടാകണം. ക്രിസ്തുനാഥൻ തന്റെ മഹത്വം നമുക്ക് കാണിച്ചു തന്നെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു അടയാളമാണ്. നമ്മളൊക്കെ പുനരുത്ഥാനത്തിലൂടെ വിശദീകരിക്കപ്പെടേണ്ടവരാണ്. രൂപം മാറണമല്ലേ. നമ്മൾ പറയും മാറ്റം ഉണ്ടായില്ലെങ്കിൽ നാറ്റം ഉണ്ടാകുന്ന പറയല്ലേ. അങ്ങനെയല്ലേ പറയുന്നത്? മാറ്റം ഉണ്ടായില്ലെങ്കിൽ നാറ്റം ഉണ്ടാവും അല്ലേ. രണ്ടാഴ്ച കുളിക്കാതെ നോക്കി ശരീരമൊക്കെ കുറച്ചൊന്നും പറയല്ലേ. ഇങ്ങോട്ട് വരണ്ട, കുറച്ചുണ്ടാകുന്ന പറയല്ലേ. ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം. നമ്മൾ കുളിക്കുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഈ കുമ്പസാരിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ അഴുക്കൊക്കെ പോകണം. നാറ്റം ഉണ്ടാകരുത് ആർക്കും അല്ലേ. അങ്ങനെ നാറ്റം ഉണ്ടാകാതെ നമ്മൾ വിശദീകരിക്കപ്പെട്ടവരായിട്ട് മാറണം. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ രക്തങ്ങളെ സ്വീകരിക്കുന്നത് ഞങ്ങളെ അങ്ങ് കഴുകി വിശദീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജടിക വാസനകളെയും തിന്മകളെയും ദുരാത്മാവിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും മാറ്റിക്കളഞ്ഞ് ഹൃദയങ്ങളെ വിശദീകരിച്ച് അങ്ങേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആലയങ്ങളാക്കി പ്രകാശിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് കർത്താവ് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കർത്താവിന്റെ കൃപ ഓരോരുത്തർക്കും സമൃദ്ധമായി ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് നമ്മളെ കഴുകി വിശദീകരിച്ച് നമ്മളെയും തിളങ്ങുന്നവരായി, പ്രകാശിക്കുന്നവരായി, പെണ്ണുള്ളവരാക്കി മാറ്റാൻ നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമുക്ക് ദൈവത്തിൽ സമർപ്പിക്കാം. ലോകം ഇന്ന് തിന്മകളുടെ വലിയ മേഖലകളിലാണ്. യുദ്ധത്തിന്റെയും അതുപോലെ നാശത്തിന്റെയും ഒക്കെ വാർത്തകൾ കണ്ടാണ് നമ്മൾ ഓരോ പ്രഭാതത്തിനും കണ്ടു തുറക്കുന്നത്. ഈ തിന്മകളൊക്കെ പരിഹരിക്കപ്പെട്ട് നന്മയിലേക്ക് വരാനും സമാധാനവും ശാന്തിയും ഒക്കെ എല്ലായിടത്തും ഉണ്ടാകാനും നമുക്ക് ആത്മാർത്ഥം ആഗ്രഹിക്കാം. യുദ്ധങ്ങൾ അവസാനിപ്പിക്കണമെന്നും സമാധാനവും ശാന്തിയിൽ നിന്ന് എല്ലാവരും അനുഗ്രഹിക്കണമെന്നും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ ഉദ്ധാനത്തിന്റെ മഹത്വത്തിലേക്കും അതുപോലെ ദൈവത്തിന്റെ വലിയ കൃപയിലേക്കും മഹത്വത്തിലേക്ക് നമ്മളായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Sa